ടിപ്പർ ലോറികളുടെ വേഗപ്പൂട്ടിലെ കൃത്രിമത്തിനെതിരെ കർശന നടപടിക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. RTO എൻഫോഴ്സ്മെന്റ് പരിശോധന വ്യാപിപ്പിക്കും. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേർന്നു. ഹരികൃഷ്ണൻ, കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ടിപ്പർ ലോറിയിൽ വരുത്തുന്ന അപകടങ്ങൾ, അതുമൂലം നഷ്ടപ്പെടുന്ന ജീവനുകൾ നിരവധിയായിരുന്നു. ഈ വേഗപ്പൂട്ടിലെ കൃത്രിമം മാത്രമാണോ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് നിയമലംഘനങ്ങൾ ടിപ്പർ ലോറികൾ നടത്തുന്നുണ്ട്? അമിത ഭാരം, പിന്നെ അവർക്ക് നൽകിയ സമയത്തിനപ്പുറത്തേക്കുള്ള യാത്ര, ഇതൊക്കെ പരിശോധനയിൽ വരുമോ? സുഹേൽ, തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി അടുപ്പിച്ച് ഈ തരത്തിൽ ടിപ്പർ ലോറികൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ നിരന്തരമായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഈ വിഴിഞ്ഞത്തെ അപകടം അടക്കം ഉദാഹരണമാണ്. ആ സമയത്തൊക്കെയും ഗതാഗത മന്ത്രി ഇത്തരത്തിലൊരു ആ തരത്തിൽ തന്നെ ഒരു നടപടി എടുക്കുമെന്ന് അന്ന് തന്നെ വാക്കാൽ പറഞ്ഞതുമാണ്. അതായത് ഈ ടിപ്പർ ലോറികൾ വേഗം കുറയ്ക്കണം, അത് മാത്രവുമല്ല അനുവദിച്ച സമയത്തിനപ്പുറം പോകരുത്, അനുവദിച്ച ഭാരത്തിനധികം ഈ ടിപ്പർ ലോറിയിലടക്കം കയറ്റരുതെന്നടക്കം വാക്കാൽ പറയുകയും ചെയ്തു. അതല്ലെങ്കിൽ ഈ തരത്തിൽ നടപടി എടുക്കുമെന്ന് അന്നേ അദ്ദേഹം ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഉത്തരവായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ടിപ്പർ ലോറികളുടെ അമിത വേഗവുമായി ബന്ധപ്പെട്ട കർശന നടപടി എടുക്കാനാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന് ഗതാഗത മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എല്ലാ RTO എൻഫോഴ്സ്മെന്റുകൾക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വേഗപ്പൂട്ടിൽ കൃത്രിമം കാണിക്കുന്നതും ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൽ മാറ്റം വരുന്നതും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി നിയമ നടപടി നേരിടേണ്ടി വരും. അമിത ഭാരം കയറ്റുന്നത് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധന തുടങ്ങുമെന്നാണ് ഗതാഗത മന്ത്രി അറിയിക്കുന്നത്. സുഹൈൽ, ശരി, ചില ഘട്ടങ്ങളിൽ ടിപ്പറിനെ പിടിച്ച് നിരത്തിലിറങ്ങാൻ പോലും ഭയമാണ്. ആ ഭയത്തിന് അറുതി കുറിക്കുകയാണ് സ്പീഡ് ഗവർണർ. അത് കൃത്രിമത്വം കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിക്ക് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.